ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് ചെയ്തിട്ടോ ഡയറ്റ് ചെയ്തിട്ടോ അകത്തോട്ട് പോകാത്ത വയറാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ടമ്മി ടക്ക് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി. ടമ്മി ടക്ക് സർജറിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, നമ്പർ 1, നിങ്ങൾ ഇതൊരു പ്ലാസ്റ്റിക് സർജനിൽ നിന്ന് മാത്രമാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു പ്രൊസീജിയർ തീർത്തും സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഫാറ്റിനോടൊപ്പം വയറിൻ്റെ താഴെയുള്ള എക്സസ് ആയിട്ടുള്ള സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രസവത്തോടു കൂടി വന്നിട്ടുള്ള സ്ട്രെച്ച് മാർക്സും നമ്മൾ ഈ സർജറിയുടെ സമയത്ത് റിമൂവ് ചെയ്ത് കളയുന്നതാണ്. ഈ പ്രഗ്നൻസിന് ശേഷം എല്ലാ പേഷ്യൻസിനും, മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിനും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് റെക്ടസ് ഡൈവേരിക്കേഷൻ അല്ലെങ്കിൽ ഡൈവേരിക്കേഷൻ ഓഫ് റെക്ടൈ എന്ന് പറയുന്ന കണ്ടീഷൻ. എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വയറിൻ്റെ നടുക്കായിട്ട് 2 റെക്ടസ് എന്നുള്ള മസിലുണ്ട്. ഇത് പ്രഗ്നൻസി ടൈമിൽ ഇത് സ്ട്രെച്ചായി പോവുകയും മസിൽ വീക്ക് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ടമ്മി ടക്ക് പ്രൊസീജിയറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വീക്കായി പോയിട്ടുള്ള മസിലിനെ സെൻട്രലൈസ് ചെയ്തിട്ട് അത് പ്ലൈക്കേറ്റ് ചെയ്ത് കൂടുതൽ സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അവർ ഗ്ലാസ് ഷേപ്പ് അച്ചീവ് ചെയ്യാനും സാധിക്കാറുണ്ട്. എക്സസ് ആയിട്ടുള്ള ഫാറ്റും എക്സസ് ആയിട്ടുള്ള സ്കിന്നും റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിങ്ങളെ അംബിലിക്കസ് ഒരു വളരെ എസ്തെറ്റിക്കലി ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് റീപൊസിഷൻ ചെയ്യുകയും നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴയ രീതിയിലുള്ള ശരീരത്തിൻ്റെ ആകൃതി തിരിച്ചു കൊണ്ടുവരാനും ടമ്മി ടക്ക് സർജറി സഹായിക്കുന്നതാണ്.